ഞാനിപ്പോ ഉള്ള എന്റെ ഒരു മാനസികാവസ്ഥ ഈ പറഞ്ഞ പോലെ ദൈവഹിതം എന്ത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതുപോലെ അല്ല എങ്കിലും അങ്ങനെ പോകണം. അല്ല എനിക്കിപ്പോ ഇന്ന എന്തെങ്കിലും ഒരു ഇതാവണം അങ്ങനെയൊന്നുമില്ല. എന്റെ ചോദ്യം അതല്ല, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന അതിനെപ്പറ്റി ഒരു ഭാവനയുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, നല്ലൊരു സാക്ഷിയായിട്ട് ദൈവത്തിന്റെ ഒരു നല്ല സാക്ഷിയായിട്ടുള്ളൊരു ജീവിതം തുടരുക. സഹോദരിക്ക് എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം? എനിക്ക് വലിയൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, കാരണം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് ജീവിതത്തിൽ വലിയൊരു അംബീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും 2-3 പേർ കൂടുന്നവരുടെ ഇടയിൽ ഞാൻ ചെന്നിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഒരിക്കലും ഒരു പൊതുവേദിയിൽ ചെന്ന് ഒരാളിനോ എന്തെങ്കിലും ഒന്ന് അഭിസംബോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാൻ ഏറ്റവും പിറകിലേ പോയിരിക്കുക. സ്കൂളിലായാലും കോളേജിലായിരുന്നാലും ഞാൻ ഏറ്റവും പിന്നിലായിരുന്നിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും പൊതുവേദിയിലായിട്ട് വരാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്നെ ദൈവം വിളിച്ചു എന്ന് എനിക്ക് തന്നെ ഒരു ഉത്തമ ബോധ്യമുണ്ട്. എന്നെ തിരഞ്ഞെടുത്തതാണ് കർത്താവ്. കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ. പക്ഷെ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും എനിക്ക് മനസ്സിലായി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നത്. മാത്രമല്ല ഞാൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നത്. അപ്പൊ അതോടുകൂടി ഞാൻ മനസ്സിലാക്കി കർത്താവ് എന്നെ എത്രയധികം സ്നേഹിക്കുന്നു. വചനത്തിൽ പറയുന്നത് പോലെ അമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹം, കർത്താവിന്റെ സ്നേഹം, അത് ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹത്തിന് പകരമായിട്ട് എനിക്ക് കൊടുക്കാൻ എന്റെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ ഈ ജീവൻ ഇത് ഈ പോകുന്ന നിമിഷം വരെ എന്റെ ബൈബിളിലെ റോൾ മോഡലാണ് പൗലോസ് അപ്പോസ്തലൻ. പുള്ളി പറഞ്ഞതുപോലെ നല്ല പോർ പൊരുതി എന്റെ ഓട്ടം തികച്ചു എന്ന് പറയുന്നതുപോലെ എന്റെ ലാസ്റ്റ് ബ്രെത്ത് വരെ കർത്താവിന് വേണ്ടി ഇനി ജീവിക്കുക. സുവിശേഷവുമായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കുറച്ച് സ്റ്റേജ് ഫിയറോ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും എന്നൊരു വലിയൊരു വിശ്വാസമുണ്ട്. എന്റെ വലിയ സ്വപ്നമാണ് ഇപ്പോ. എനിക്ക് വേറെ ഒരു സ്വപ്നങ്ങളും കണ്ടു വളർന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇപ്പോ കർത്താവ് എന്നെ വലിയൊരു പദവിയിലേക്ക് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു അംബാസിഡറാക്കി എന്നെ മാറ്റിയിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാൻ പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. മറ്റാർക്കും ഞാൻ പട്ടാളത്തിലായിരിക്കും. 11.5 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. ഞാൻ പട്ടാളക്കാരനായിരിക്കുമ്പോൾ പട്ടാളക്കാരോട് ഞാൻ പറയുന്നത് പോലെ വേറെ ആർക്കും പറയാനൊക്കുന്നില്ല. ഞാൻ പട്ടാളക്കാരനായിരുന്നു, ഓഫീസറല്ല. എങ്കിലും എൻ്റെ അടുക്കൽ ദിവസവും ഒരു 25 ഓഫീസർമാർ വരും. അപ്പൊ അവർക്കെല്ലാവർക്കും ഒരു യോഹന്നാന്റെ സുവിശേഷം പറ്റി കൊടുക്കാൻ, അവരോട് യേശുവിനെ പറ്റി പറയുവാൻ എനിക്ക് കഴിയുമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് മറ്റാർക്കും പറയാനൊക്കാത്ത ഒരു സ്ഥാനത്ത്. ഒരിക്കൽ ഞാൻ കോഴിക്കോട്ടായിരിക്കുമ്പോഴാണ് ശ്രീമാൻ മോഹൻലാൽ എന്നെ കാണാനായിട്ട് വന്നു. ആരാണ്ട് താഴെ വന്നപ്പോഴേ അറിഞ്ഞ് ഞാൻ മേളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുന്ന ഒരു അച്ഛനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞ് എന്തൊക്കെ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ പ്രാർത്ഥിക്കാം, ആദ്യം യേശുവിനെ പറ്റി പറയാൻ സമയമില്ല. 2 പുസ്തകം എടുത്ത് ഓട്ടോഗ്രാഫ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എന്റെ പെട്ടിയെടുത്തുകൊണ്ട് വെളി വന്നു. ഞാനൊരു വലിയ പദവിയായിട്ട് കണക്കുന്നു. വലിയ പ്രസിഡന്റിൽ നിന്ന് അവാർഡൊക്കെ വാങ്ങിച്ച മനുഷ്യൻ. അദ്ദേഹം വലിയ ആളായിട്ടാണ്, ഞാൻ വലിയ ആളായിട്ടല്ല അദ്ദേഹം എന്റെ പെട്ടിയെടുത്തത്. അദ്ദേഹം വലിയ ആളായിട്ട് എന്റെ പെട്ടിയെടുത്തതാണ്. അപ്പൊ അവരോടൊക്കെ സുവിശേഷം പറയുവാൻ സാധാരണക്കാർക്കാർക്കും സാധ്യമല്ല. എനിക്ക് അവിചാരിതമായിട്ട് കിട്ടിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ദൈവം വാതിലുകൾ തുറന്നു തരട്ടെ. കാരണം ദുഃഖിതരും നിരാശരും ഒത്തിരി പേരുണ്ടല്ലേ. കഴിഞ്ഞ ആഴ്ചയല്ലേ തെലുങ്കില് നല്ലൊരു സിനിമാ സ്റ്റാർ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ആരെങ്കിലും ചിലപ്പോൾ ആ മനുഷ്യനോട് യേശുവിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. സിനിമാ ലോകത്തിലെ നിരാശരായിട്ടുള്ള മനുഷ്യർ, മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ടുള്ള മനുഷ്യർ, ദുഃഖിതർ, ഏകാന്തത അനുഭവിക്കുന്നവർ, അവരോടൊക്കെ യേശുവിനെ പറ്റി പറയുവാൻ, ദൈവസ്നേഹത്തെപ്പറ്റി പറയുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അവരോട് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുകയാണ്. നിങ്ങൾ ഓഫീസിലായിരിക്കാം ജോലി ചെയ്യുന്നതോ, ആശുപത്രിയിലായിരിക്കാം ജോലി ചെയ്യുന്നതോ, സ്കൂളിലായിരിക്കാം ജോലി ചെയ്യുന്നതോ, നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ അടുത്തുള്ളവരോട്, വിദ്യാർത്ഥികളോട്, ടീച്ചേഴ്സിനോട്, ജോലിക്കാരോട് യേശുവിനെ പറ്റി പറയുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. നാം പറഞ്ഞില്ല എങ്കിൽ മറ്റ് ആര് പറയും? ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരികയാണ്. എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ, ഉപദേശി എന്ന നിലയിൽ ചോദിക്കാം. വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സംശയാലുമാണ്. അതിൻ്റെ ഒരു ജീനിലുള്ളതാണ്.
അപ്പൊ വിശ്വാസത്തിൽ തന്നെ പോകുമ്പോഴും പലപ്പോഴും നമുക്ക് ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് നമ്മൾ പഴയ നിയമം എടുത്താൽ പഴയ നിയമഭാഗത്ത് ഇപ്പം മോശയുടെ കൂടെ നടന്ന ജനം, മോശ കാണിച്ച എല്ലാ അത്ഭുതങ്ങളും, ദൈവത്തിന്റെ യഹോവയുടെ സാന്നിധ്യം കൊണ്ട് മോശ കാണിച്ച എല്ലാ അത്ഭുതങ്ങളും കൂടെ നടന്ന് കണ്ട ജനം, മന്ന പൊഴിച്ചതും ഈ ചെങ്കടൽ വിഭജിച്ച് ഇങ്ങനെ പോയതും ഇതൊക്കെ കണ്ട ജനം കുറച്ചു കഴിയുമ്പോൾ പിറുപിറുക്കാൻ തുടങ്ങും. യഹോവയ്ക്കെതിരായി മോശ കാണിച്ച എല്ലാ അത്ഭുതങ്ങളും ഇതൊക്കെ മറന്നിട്ട് യഹോവയുടെ ആ ഒരു ശക്തിയിൽ അല്ലെങ്കിൽ യഹോവയുടെ അതിലൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുക. അതുപോലെ ഈ പുതിയ നിയമത്തിൽ ഇപ്പൊ ക്രിസ്തുവിന്റെ കൂടെ നടന്ന ഈ ശിഷ്യന്മാർ, ക്രിസ്തു ഈ മരിച്ച 3-ാം ദിവസം ആയ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നേരിട്ട് കണ്ട ശിഷ്യന്മാരാണ്. കുരുടനെയും അതുപോലെ കുഷ്ഠരോഗിയും ഒക്കെ സൗഖ്യമാക്കുന്ന, കുരുടന് കാഴ്ച കൊടുക്കുകയും മുടന്തനെ നടത്തുകയും ഒക്കെ ചെയ്ത ഈ വലിയ വലിയ അത്ഭുതങ്ങൾ കൂടെ നടന്ന് കണ്ട ഈ ശിഷ്യന്മാർ, അതിലെ ശിഷ്യന്മാർ തന്നെ യേശുവിനെ ഒറ്റക്കൊടുത്തു, യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിൽ അവിശ്വസിച്ചു. ഇതൊക്കെ കണ്ട് കൂടെ നടന്ന് അനുഭവിച്ചത്. പിന്നീട് ഉയർത്തെഴുന്നേറ്റപ്പോ പോലും യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ആദ്യം അവര് വിശ്വസിക്കാതെ യേശു ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതിൽ തന്നെ ഒരു ശിഷ്യൻ, ഈ തോമാസ് ലീഹ, തൊട്ടു നോക്കിയാലേ ഞാൻ പിന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട്, കേട്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വീണ്ടും യേശു ക്രിസ്തു തോമാസ് ലീഹയ്ക്കും ആണിപ്പഴുതിന്റെ കൈകൾ കാണിച്ചിട്ട് അങ്ങനെ വിശ്വസിപ്പിച്ചു. അപ്പൊ ഇത് അനുഭവിച്ചവർ പോലും അവിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് മനുഷ്യന്റെ. അപ്പൊ ഈ ആധുനിക കാലത്ത് ഇപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒക്കെ നടന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കേട്ടറിവ് മാത്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് അത്രയും പൂർണ്ണമായി നമുക്കത് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുക? അത് മാനുഷികമായ എൻ്റെ ഒരു ഇതാണ്. ഇത് ഞാനൊരു വിശ്വാസിയല്ല എന്നല്ല, ഞാൻ ഏറ്റവും കുറച്ച് യേശുവിൽ വിശ്വസിക്കുകയും ഈ യഹോവയിൽ വിശ്വസിക്കുകയും ബൈബിളിൽ വിശ്വസിക്കുകയും ബൈബിളിൽ പറയുന്ന ഓരോ വാചകങ്ങളും അക്ഷരം പ്രതി അതുപോലെ നടക്കുന്ന എന്നൊക്കെ വിശ്വസിക്കുന്ന അത്രയും വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ചില സംശയങ്ങൾ. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും ഒരു ശക്തമായ ഒരു വിശ്വാസത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ഒരു ശരിക്കും ഒരു പിന്നെ ആത്മീയ ഇത്രയും ഒരു ഉയർന്നു അങ്ങയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രേംകുമാർ മുമ്പേ പറഞ്ഞു ഈ ചോദ്യങ്ങൾ പലതും പ്രേംകുമാറിനോട് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തെ ചോദ്യം, ഒന്ന് അയാളുടെ ചോദ്യം, രണ്ട് മറ്റാരെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിന്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് പറയുവാനുള്ള മറുപടി. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്, അവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. രണ്ട്, യേശുക്രിസ്തു മരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നേരം പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ അറിയിക്കും, അവൻ നിങ്ങൾക്ക് സകലതും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച് പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഒക്കത്തുള്ളൂ. എൻ്റെ ഒരിക്കൽ ഒരു പത്രക്കാർ വന്നിട്ട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ എത്ര പേരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, വലിയ പഠിത്തമൊന്നുമില്ല, എങ്കിലും ദൈവം എനിക്ക് അസാധാരണമായ ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ ആ സമയത്തും തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെ ഒരാളിനെ കൺവേർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് അത്ഭുതം തോന്നി. കാരണം വടക്കേ ഇന്ത്യയിൽ ഏറ്റവും വേല ചെയ്യുന്നത് ഞങ്ങളാണ്. അവർക്കൊന്നും ഒരാളിനെ, ഞാൻ പറഞ്ഞില്ല ഒരാളിനെ പോലും ഇല്ല. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ അവർ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനാണോ കൺവേർട്ട് ചെയ്യുന്നത്? അല്ല, പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അസാധാരണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭയപ്പെടുന്നില്ല. അതുവരെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 2ാം അധ്യായത്തിന് ശേഷം അവരെല്ലാം ഹീറോസായിട്ട് മാറുകയാണ്. പൗലോസ്, പത്രോസ് എല്ലാവരും ഹീറോസായിട്ട് മാറുക. പിന്നെ ആരും തിരിച്ചോടി പോകുന്നില്ല. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴേ സാധിക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ കൺവിക്ട് ചെയ്യും, അയക്ക് മനസ്സിലാക്കി കൊടുക്കണം. എനിക്ക് സാധ്യമല്ല, ഞാൻ പറയാനേ ഒക്കത്തുള്ളൂ, നീയാണ് കൺവിക്ട് ചെയ്യുന്നത്. ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ അദ്ദേഹത്തിന്റെ അനന്തരവൻ സുധാകർ മേനോൻ ഹിന്ദു മതത്തെപ്പറ്റി, ഹിന്ദു ഫിലോസഫി പഠിക്കാനായിട്ട് ബോംബെ പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെയൊക്കെ പറഞ്ഞതാണ്. ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിരാശനായിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങന്റെ ഗുരുവായിരിക്കുന്നു.
കാരണം ഡോക്ടർ രാധാകൃഷ്ണനാണ് ഏറ്റവും പെർഫെക്റ്റ് മനുഷ്യൻ, അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞ് പറഞ്ഞൊരു ഗുരു പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ എനിക്ക് പെർഫെക്റ്റ് ഗുരുവായിരിക്കുമോ? അദ്ദേഹം പറഞ്ഞു ഇല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പുതിയ നിയമം എടുത്തു കൊടുത്തു പറഞ്ഞു യേശുവിൽ മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഹിന്ദു ഫിലോസഫി പഠിക്കാനാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്, താങ്കൾ എനിക്ക് വേറൊരു മതം തരികയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ മതമല്ല തരുന്നത്, ഒരു രക്ഷകനെ തരികയാണ്. ആ സുധാകർ മേനോ തിരികെ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് വേദപുസ്തകം വായിച്ച് മത്തായി മുതൽ എബ്രായ ലേഖനം വരെ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹിന്ദു പണ്ഡിതനായിരുന്നതുകൊണ്ട് ഋഗ്വേദങ്ങളിലെ യാഗവും യേശുക്രിസ്തുവിന്റെ യാഗവും കൂടെ തുലനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലവിളിച്ചു പറഞ്ഞു യേശുവേ നീ എന്റെ രക്ഷകൻ. അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ട്. അതുപോലെ ഇപ്പൊ ഈ സ്വാമി വിവേകാനന്ദൻ, ഗാന്ധിജി, ഇവരൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ഒരു മാതൃകയായിട്ട് കാണുന്നത് ക്രിസ്തുവിനാണ്. അതെ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാതെ നമുക്ക് ആ വലിയ വിശ്വാസം വരത്തില്ല. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ, യേശു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു വിശ്വാസം ഉണ്ടാകും. അതാണ് ആ ചോദ്യത്തിന് മറുപടി. സഹോദരിക്ക് ചോദ്യങ്ങൾ വല്ലതും ചോദിക്കാറുണ്ടോ? ഞാൻ അങ്കിളുടെ മിനിസ്ട്രീസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്കിളുടെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്കിൾ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലാണ് അങ്കിളുടെ ഫുൾ പ്രവർത്തന മേഖല. അപ്പൊ അങ്കിൾ ഇപ്പോ ഈ നോർത്ത് ഇന്ത്യയിൽ അങ്കിള് ചെയ്തു വരുന്ന ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അങ്കിള് ഒരുപാട് ആത്മാക്കളെ നേടിയിട്ടുണ്ടാവും. കൺവേർട്ട് ചെയ്തതല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ഒരുപാട് ആത്മാക്കൾ നേടി. ഇപ്പൊ അങ്കിളിന് ആ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ, ആ മനുഷ്യരുടെ സന്തോഷം കാണുമ്പോൾ എന്താണ് അങ്കിളുടെ ഒരു ഫീൽ? ഞാൻ സംതൃപ്തനാണ്. എനിക്ക് വീടില്ല ഇതുവരെ, 72 വയസ്സായി. വീടുണ്ടാക്കുന്ന കാര്യം ചിന്തിച്ചേ ഇല്ല. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് നിലമുണ്ട്, എനിക്ക് പുരയിടമുണ്ട്, എൻ്റെ ബാങ്കിൽ രൂപയുണ്ട്. ഇപ്പൊ നിലമില്ല, പുരയിടമില്ല, വീടില്ല, ബാങ്കിൽ 3000-4000 രൂപ വേണം. എൻ്റെ ഭാര്യയുടെയും കൂടെ 10,000 രൂപ വേണം കൂടിപ്പോയി കഴിഞ്ഞാൽ. പക്ഷേ മുമ്പേ പറഞ്ഞല്ലോ ഏറ്റവും വലിയ സന്തോഷവാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനാണ്, ഏറ്റവും വലിയ സംതൃപ്തനാണ്. കാരണം ഞാൻ ചെല്ലുന്ന ഗ്രാമങ്ങളിൽ പട്ടിണി കിടക്കുന്നവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു 1 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം കഴിയുമ്പോൾ അവർ നല്ല വസ്ത്രം ധരിക്കുന്നു. ആളുകളൊക്കെ വിചാരിച്ചേക്കാം ഇത് ഞങ്ങൾ കൂടെ തരുവാണ്. അല്ല, അവർ ഞങ്ങൾക്ക് രൂപ തരികയാണ്, അവരവരുടെ ദശാംശം തരുന്നു. അപ്പോൾ ഞാൻ തികച്ചും സംതൃപ്തനാണ്. ഇനിയും എനിക്ക് ഒരു ജീവനോടെ ഉണ്ടെങ്കിൽ, എനിക്കിനിയും ഒരു ജീവിതം കൂടെ ഉണ്ടെങ്കിൽ, എനിക്കൊരു 1000 ജീവിതം ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജോലി രാജിവെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ശരിക്കും രക്ഷിക്കപ്പെടുക എന്ന് പലരും ഇപ്പോ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പലരും പറയും, നമ്മൾ അങ്ങനെ സ്ഥലം കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ഒരു രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്? ഞാനൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ രക്ഷകനാണ് എന്ന് പിന്നെ മനസ്സിൽ വിശ്വസിക്കുകയും അത് നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ, അത് മാത്രമാണ് രക്ഷയുടെ അവസ്ഥ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തോട് സലാം പറയുക, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. എന്നാൽ ചിലർ സാവധാനത്തിലാണ് വളർന്നു വരുന്നത്, പെട്ടെന്നല്ല. ഞാൻ യേശുക്രിസ്തുവിനെ ഒരു രാത്രി കൊണ്ടങ്ങ് സ്വീകരിക്കുകയാണ്. കർത്താവായ യേശുവേ കാരണം ഞാൻ ഭയങ്കര പാപിയായിരുന്നു. 120 ചാർമിനാർ സിഗരറ്റ് വലിക്കും, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കള്ളു കുടിക്കും, പട്ടാളത്തിലെ സാധനം എല്ലാം കൊണ്ടുവന്ന് വിൽക്കും. അപ്പം ഞാനൊരു മഹാപാപിയായിരുന്നു. അപ്പം എനിക്കൊരു വഴിത്തിരിവിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ടക്ക് ടക്ക് ഒറ്റയടി 90 ഡിഗ്രിയോ 150 ഡിഗ്രി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു കിടക്കുന്നു. ചിലരങ്ങനല്ല, ചിലർ സാവധാനത്തിൽ ട്രെയിനിങ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ദിവസം ഓർമ്മ കാണത്തില്ല, പക്ഷെ എവിടെയോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. യേശുവേ എന്നോട് കരുണ തോന്നണമേ, നീ എൻ്റെ ദൈവം എന്നെവിടെയോ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പറയാനൊരു ദിവസം കാണത്തില്ല, പറയാനൊരു മണിക്കൂറോ മിനിറ്റ് കാണത്തില്ല. എനിക്ക് എൻ്റെ സമയം വരെ അറിയാം. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രി 9:30 മണിക്ക് പട്ടാളത്തിന്റെ വണ്ടി വെച്ച് കാശ്മീർ വെച്ച് രക്ഷിക്കപ്പെട്ടു. അതാണ് ഞാൻ ചോദിച്ചത്, ഇത്രയും കൃത്യമായിട്ട് നമുക്കൊരു സമയം അതെങ്ങനെ പറയാൻ? കാരണം ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് അന്നായിരുന്നു. അതുവരെ പള്ളിയിലൊന്നും പോകാത്ത മനുഷ്യൻ ഞാൻ അന്ന് പ്രാർത്ഥിച്ച അതാണ്. പലരും അങ്ങനെയല്ല. എൻ്റെ ഭാര്യയെടുക്ക് ചോദിച്ചു കഴിഞ്ഞാലും ഭാര്യയെ കൈപൊക്കിയ ഒരു ദിവസമുണ്ട്. പക്ഷേ ലില്ലിയെടുക്ക് ചോദിക്കാമെങ്കിൽ ലില്ലി പറയും അല്ല, സാവധാനത്തിലായിരുന്നു. 12-ാമത്തെ വയസ്സിൽ, 13-ാമത്തെ വയസ്സിൽ, 14-ാമത്തെ വയസ്സിൽ അങ്ങനെ കർത്താവിനോട് അടുത്തടുത്ത് വന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്തും അതാണ് സംഭവിച്ചത്. കൃത്യമായ ഒരു ദിവസം അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല, ഇല്ല ഇല്ലേ? പക്ഷെ സംഭവിച്ചു, അത് ദൈവത്തിനെ അറിയത്തുള്ളൂ, ദൈവത്തിന്റെ ബുക്കിനകത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഇന്നു മുതൽ നീ എന്റെ ദൈവം എന്ന് പറഞ്ഞു. പലരും പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കർത്താവിനോട് കുറച്ചുകൂടെ അടുത്തു വന്നായിരിക്കും. ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ക്രിസ്തുവാണ് എന്നത് ഉറച്ചു വിശ്വസിക്കുന്നു, അത് മാത്രമാണ് ശരിക്കും വചനത്തിന്റെ ഒരു പിന്തുടർന്ന് അതുപോലെ ജീവിക്കുക. അത് ആരംഭമാണ്, മറ്റേത് ആരംഭം.
കേട്ടോ, ആരംഭം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വചനം പഠിക്കുന്നു, വചനം അനുസരിച്ച് ജീവിക്കുന്നു, കള്ളം പറയരുത്. പക്ഷെ ഇടയ്ക്കൊക്കെ കള്ളം പറഞ്ഞു പിന്നെ ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുന്നു, ഇനി ഞാൻ കൊച്ചു കള്ളം പോലും പറയത്തില്ല. ഇങ്ങനെ സാവധാനം. അതാണ് നമ്മുടെ മനസ്സിലുള്ളത് ഒരു സംശയം. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുന്നു, മറ്റൊരാൾ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് കള്ളം പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നമുക്ക് അതൊക്കെ വരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് അതിനകത്തുനിന്നെല്ലാം മോചനം ലഭിക്കും. ഞാൻ എന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കുഞ്ഞുങ്ങളില്ല. ഞാൻ എൻ്റെ ഭാര്യ ഒരിക്കലും അടിച്ചിട്ടില്ല. വഴക്കുണ്ടാക്കും, എല്ലാ ദിവസവും വഴക്കുണ്ടാക്കും. ചില ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകത്തില്ല, ഓഫീസിൽ ഇരിക്കുന്നതാ വീട്ടിൽ പോകുന്നതിനേക്കാൾ സമാധാനം. പക്ഷെ 8 മണി കഴിഞ്ഞാൽ ഇരിക്കാനും ഒക്കത്തില്ല, പട്ടാളത്തിൽ ഓഫീസായുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് വീട്ടിൽ പോകും. എന്നാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഉപദേശിയായതിനു ശേഷം അടിച്ചു. പിന്നെ ഞാൻ വലിയ ഉപദേശിയായി, അന്നേരം ഒന്നുകൂടെ കൊടുത്തു. എനിക്കറിയത്തില്ല 2-ആന്നോ 3-ആന്നോ ഞാൻ അടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, എൻ്റെ കർത്താവ് ഇതിനകത്തൊന്നും എനിക്ക് വിടുതൽ തരണം. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു വളർച്ചയുണ്ട്, ഒരു ശിഷ്യനായിട്ടൊരു വളർച്ചയുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടൊരു വളർച്ച. അപ്പോൾ നിങ്ങളുടെ ജീവിതം തുടക്കമാണ്, ഇനിയും വളരണം. യേശുവിന് ഇഷ്ടമില്ലാത്തതൊക്കെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുമ്പം അതിനകത്തു നിന്നൊക്കെ മോചനം പ്രാപിക്കണം. ഇതെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ, മതി എന്ന ഭാവത്തിൽ, അലംഭാവത്തിൽ ഇരിക്കരുത്. അലംഭാവം, മതി എന്ന ഭാവം. എല്ലാവരും ചെയ്യുന്നുണ്ട്, ദൈവാസന്മാരുടെ വീട്ടിലും വഴക്കുണ്ട്. ഇല്ല, എനിക്ക് വഴക്കുണ്ടാക്കാൻ പാടില്ല, മറ്റുള്ളവർ വഴക്കുണ്ടാക്കാതിരിക്കും. എല്ലാവരും കള്ളം പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ കള്ളം പറയാതെ ജീവിക്കാൻ എൻ്റെ യേശു എന്നെ സഹായിക്കും എന്ന് പറയാമെങ്കിൽ അപ്പോൾ വളർച്ച. അപ്പോൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വളരാനൊരാഗ്രഹം, കർത്താവിനോട് അടുക്കുവാൻ ഒരാഗ്രഹം, കർത്താവിൻ്റെ ഭാവം ഉണ്ടാകുവാൻ ഒരാഗ്രഹം, അതുണ്ടായിരിക്കും. ചോദ്യം വല്ലതും ഉണ്ടോ? അങ്കിൾ, നമ്മൾ ശരിക്കും ഇപ്പൊ അങ്കിൾ വളരുന്ന കാര്യം പറഞ്ഞല്ലോ. നമ്മള് രക്ഷിക്കപ്പെട്ടു, കർത്താവോട് അടുത്തുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആ രക്ഷ ഏറ്റെടുത്തു ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഭയഭക്തിയോടുകൂടി, ദൈവത്തിന്റെ അടുത്തുള്ള ഭയഭക്തിയോടുകൂടി വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വളരാൻ കഴിയുമോ? ഒരു കുപ്പി സെന്റ് വീട്ടിലിരുന്നാൽ എന്തുവാ പ്രയോജനം? അതൊന്ന് അടിച്ച് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള യേശുവും നമ്മളുമായിട്ട് മുറിക്കാതിരുന്നാൽ എന്താ പ്രയോജനം? അപ്പോൾ നമ്മൾ വെളിയിലിറങ്ങുക, എവിടെയെങ്കിലും സമൂഹത്തിൽ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയുവാൻ കഴിയുമെങ്കിൽ, ആശ്വസിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, അവരോട് യേശുവാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നൊക്കെ പറയുവാൻ കഴിയുമെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകുവാൻ. ഇതാ നിങ്ങൾ വളരാനുള്ള, ഒരിക്കലും നിങ്ങൾ പിന്മാറിപ്പോകാതിരിക്കാനുള്ള 5 പ്രധാനപ്പെട്ട ഉപദേശം. ഈ 5 ഉപദേശം ചെയ്യാമെങ്കിൽ നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു പോകത്തില്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കാനിടയായി തീരും. 1, എനിക്ക് നല്ല കട്ടിയുള്ളത്, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക. ചിലപ്പോൾ 1 അധ്യായമായിരിക്കും വായിക്കുന്നത്, ബില്ലി ഗ്രഹാം 20 അധ്യായം വായിക്കും, ചിലർ 5 അധ്യായം വായിക്കുന്നവരുണ്ട്, ചിലർ 2-3. നിങ്ങൾ 2-3 വാക്യം വായിച്ചാലും അത് കാര്യമായിട്ട് വായിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. 2 വിധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, കുടുംബമായിട്ടുള്ള പ്രാർത്ഥന. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക. 2, പാപത്തിൽ നിന്നും പാപകാരണത്തിൽ നിന്നും അകന്നു നിൽക്കുക. ഇമ്പോർട്ടൻറ്റ്, ചൂണ്ടുവരൽ. പാപത്തിൽ നിന്നും പാപം വേറെ, പാപകാരണം വേറെ. ഒരു സിഗരറ്റ് വലിക്കുന്നത് പാപമാണോ? വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ സിഗരറ്റ് വലിക്കരുത്? പക്ഷെ അതൊരു പാപകാരണമാണ്. ഒരു പന്ന സിനിമ കാണുന്നത്, നമ്മുടെ മനസ്സൊക്കെ ചീത്തയാവുന്നത് ശരിയാണോ? നഗ്നചിത്രങ്ങളൊക്കെ ഉള്ളത് അല്ല, അതൊരു പാപകാരണമാണ്. അതുപോലെ തന്നെയാണ് ചില പുസ്തകങ്ങൾ വായിക്കുന്നത് ശരിയാണോ? അല്ല, അല്ലെ? അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരും. ദൈവത്തിന്റെ ആത്മാവ് പറയും നിനക്കിത് ചേർന്നതല്ല. അപ്പോൾ പാപത്തിൽ നിന്നും പാപകാരണങ്ങളിൽ നിന്നും 3, നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൻറ്റ്, ടാളസ്റ്റ് ഫിംഗർ. നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പള്ളിയിൽ പോകുന്നതല്ല ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും വിശ്വാസികളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. എങ്കിൽ മാത്രമേ നിങ്ങൾ വളരത്തുള്ളൂ. നിങ്ങൾക്കൊരു അപ്പനുണ്ടാകണം, അമ്മയുണ്ടാകണം, സഹോദരന്മാരുണ്ടാകണം. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ പോകുക. 4-ാമത്തെ കാര്യം, നിങ്ങൾ യേശുവിനെ പറ്റി ആരോടെങ്കിലും പറയണം. ഇതിനകത്താണല്ലോ നമ്മൾ വിവാഹമോതിരം ഇടുന്നത്. ഏത് രാജ്യത്ത് ചെന്നാലും, ഞാൻ ഒത്തിരി രാജ്യത്ത് പോയിട്ടുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും വിവാഹമോതിരം ഇടുന്നത് ഇവിടെയാണ്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ യേശുവിനെ പറ്റി ആരോടെങ്കിലും പറഞ്ഞു പോകും.
കല്യാണം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭാര്യയെ പറ്റി തിരികെ വരും, ഭർത്താവിനെ പറ്റി തിരികെ വരും. അതുപോലെ യേശുവിനെ പറ്റി പറയാം. 5, നിങ്ങൾ ദശാംശം കൊടുക്കണം. കിട്ടുന്നതിൻ്റെ വരുമാനത്തിൻ്റെയൊക്കെ ദശാംശം കൊടുക്കണം. ഞാനിത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ലാഭത്തിന് വേണ്ടി പറയുകയാണെന്ന് വിചാരിച്ചേക്കാം. അല്ല, ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. കാരണം നാം ദശാംശം കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് കഴിയുമ്പോഴാണ് നമ്മൾ കൊയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ 5 കാര്യവും ചെയ്യാമെങ്കിൽ നിങ്ങൾ പിന്മാറിപ്പോകാൻ പ്രയാസമാണ്. കർത്താവിനോട് ചേർന്ന് തന്നെ നടക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ഉപദേശം, ഈ 5 കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ബൈബിളിൽ യഹോവയെ കുറിച്ച് പറയുമ്പോൾ യഹോവ ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലിന്റെ നാഥൻ. അപ്പൊ ശരിക്കും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് യഹോവയാണ്. യഹോവയുടെ വചനത്തിലാണ് ഇതെല്ലാം ഉളവായത്. അപ്പൊ ഈ മനുഷ്യൻ മുഴുവൻ യഹോവയുടെ സൃഷ്ടിയല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഇസ്രായേലിന്റെ മാത്രം ദൈവം എന്ന് പറയുന്ന, സർവ്വജനത്തിന്റെയും സർവ്വ മനുഷ്യന്റെയും ദൈവമല്ലേ? തിയോളജി മുഴുവൻ നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു വിഷയമാണ്. വലിയ വേദപണ്ഡിതന്മാർക്ക് മുഴുവൻ, കാരണം ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. അദൃശ്യനായ ദൈവത്തെ നമുക്ക് പരിപൂർണമായിട്ട് സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ആദ്യം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, അബ്രഹാം. ആദ്യം 1 തുടങ്ങി, കൊച്ചൊരു വൃത്തം. പിന്നെ അത് വലുതായി, പിന്നെ കുറച്ചുകൂടെ വലുതായി, പിന്നെ അതിനകത്ത് വന്നപ്പോഴാണ് ഇസ്രായേൽ വന്നത്. എന്നിട്ട് അബ്രഹാമിൻ്റെ ഒക്കെ പറയുന്നത്, നീ മുഖാന്തരം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല, തിയോളജിയൻസ് ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു മനുഷ്യർ തുടങ്ങി, ഒരു ചെറിയ കൂട്ടമായി, ഒരു വലിയ കൂട്ടമായി, ഇസ്രായേൽ മുഴുവനായി. പക്ഷെ പറയുമ്പോഴും അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ മുഖാന്തരം സർവ്വലോകവും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി സഭയിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ദൈവത്തിന്റെ ലക്ഷ്യം ആദ്യം തുടങ്ങിയത് ഒരു ചെറിയ കൂട്ടമാണെങ്കിലും യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അത് സർവ്വലോകത്തിലേക്കുമായി. അപ്പൊ നമ്മുടെ ജോലിയാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് സർവ്വലോകത്തിനും കൊടുക്കുക എന്നുള്ളത്. ഈ ദാവീദിനോട് യഹോവ പറഞ്ഞു, എനിക്കൊരു ആലയം പണിയാൻ. എന്നിട്ട് നീ പണിയരുത്, കാരണം നീ ഒരുപാട് യുദ്ധം ചെയ്ത് രക്തം ചൊരിയിച്ചവനായതുകൊണ്ട് നിന്റെ മകൻ ശലോമോൻ അത് പണിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ശലോമോൻ രാജാവ് ഇത് ദാവീദെല്ലാം ഒരുക്കി കൊടുത്തു. ശലോമോൻ രാജാവ് ഒരു വലിയൊരു ദേവാലയം യഹോവയ്ക്ക് വേണ്ടി പണിതു. എന്നിട്ട് ശലോമോൻ രാജാവിന്റെ ഉള്ളിൽ തോന്നിയത്, ഈ സർവ്വലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന യഹോവ ഈ ഒരു ആലയത്തിൽ ഒതുങ്ങി നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ശരിക്കും ഒരു ആലയത്തിൽ ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, അത് എത്രത്തോളം അതിന് ഇതുണ്ട്. നമ്മൾ ഈ ഒരു ആലയത്തിൽ പോയിട്ടാണ് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അറിയുന്ന എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? മനുഷ്യർക്കെല്ലാവർക്കും കൂടി വരാനായിട്ടാണ് അന്നൊരാലയം പണിതത്. അവിടെ ദൈവം വന്നു, ജനങ്ങൾ കണ്ടു, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് കണ്ടു. എന്നാൽ പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട് ദൈവത്തിന് ആലയമില്ല. നമ്മൾ എവിടെയാണോ കൂടി വരുന്നത് അത് ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നിരുന്നാലും അതാണ് ദൈവാലയം. അപ്പൊ പഴയ നിയമത്തിനകത്ത് ആളുകൾക്ക് കൂടി വരാൻ, കാണാൻ ഒക്കെ ഒരു കെട്ടിടം പണിതു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഇല്ല, ദൈവം കൽപ്പണിയിൽ വസിക്കുന്നില്ല, കൽപ്പണിയായ കെട്ടിടത്തിൽ വസിക്കുന്നില്ല. നിങ്ങൾ 2 or 3 പേർ, ആരെങ്കിലും 2 പേരായാലും മതി, ആരെങ്കിലും. അപ്പോൾ ഒരു ചോദ്യം വരാം, ഒറ്റയ്ക്കാണെങ്കിലോ? ഇല്ല, അവിടെ വരുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. മറ്റേത് അവരുടെ മധ്യത്തിലുണ്ട്. 2 or 3 പേരുണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ, 2 പേരോ 3 പേരോ ഉണ്ടെങ്കിൽ നമ്മളുടെ മധ്യത്തിൽ. അപ്പം കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്. അത് പഴയ നിയമത്തിനകത്തൊരു ഒരു കൂടി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്നുള്ളൂ. പുതിയ നിയമത്തിനകത്ത് നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കർത്താവ്. ഒരു ചോദ്യം പറയുന്നുണ്ട്, ഒരിക്കലും ഒരു മനുഷ്യന്റെ കൈപ്പണിയായ കല്ലിലും മരത്തിലും മണ്ണിലും മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു വിഗ്രഹത്തെയും നീ ആരാധിക്കരുത്, അത് പ്രതിഷ്ഠിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ ഇന്നിപ്പോ ക്രിസ്ത്യാനികൾ തന്നെ ഈ ക്രിസ്തുവിന്റെയും ഒക്കെ വലിയ പ്രതിമകൾ വയ്ക്കുന്നു, മാതാവിന്റെ പ്രതിമകൾ വയ്ക്കുന്നു. ഇങ്ങനെ പ്രതിമകൾ വെച്ചിട്ട് വിഗ്രഹങ്ങൾ തന്നെയാണ് അവരിപ്പോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ശരിയായ ഒരു ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ വിശ്വാസി, ശരിക്കും ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി, അത് ഇതൊക്കെ ചെയ്യുന്നതാണോ ശരി? ഈ ഒരു പുറം കാഴ്ചകളിൽ ഇങ്ങനെ പോയി അതാണോ ശരിക്കും ഒരു ക്രിസ്തുവിന്റെ യഥാർത്ഥ ഒരു? പ്രേംകുമാർ, ആ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. പെർഫെക്റ്റ് ആയിട്ട് ഒരു സഭയുമില്ല. നിങ്ങളൊരു നല്ലൊരു സഭ പോയി കണ്ടുപിടിച്ചിട്ട് അവിടെ ചേരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സഭകളൊന്നുമില്ല.
പെർഫെക്റ്റ് ആയിട്ടുള്ള സഭകളിൽ. നല്ല സഭകളുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സഭയില്ല. അഥവാ ഉണ്ടെങ്കിൽ പ്രേംകുമാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് അല്ലാതായി മാറും. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ പെർഫെക്റ്റ് ആയിട്ടൊരു സഭ ഉണ്ടെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഇമ്പ്യൂരിറ്റി വരുന്നു. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ശിഷ്യന്മാരുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട്. നമ്മൾ ആ പെർഫെക്ഷന് വേണ്ടി ആഗ്രഹിക്കണം. പ്രേംകുമാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് പല സഭകളിലും ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനം നമുക്ക് ദൃശ്യമാണ്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ മാത്രം തീരുമാനിക്കാം, കർത്താവെ നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യത്തില്ല. വേറൊരാൾ ചെയ്തെന്ന് വരാം. ഇല്ല, എനിക്കും ആദ്യകാലങ്ങളിലൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്, എന്താ അവരങ്ങനെ ചെയ്യുന്നത്, എന്താ അവരിങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം ഞാൻ പെർഫെക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ വേദപുസ്തകം വായിച്ചിട്ട് കണ്ണാടിക്കകത്ത് എൻ്റെ മുഖം നോക്കി, ഞാനും പണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് അഭിനയിക്കുന്നത് വലിയ ഇഷ്ടമാണ്. സിനിമയ്ക്കകത്ത് അഭിനയിക്കാനൊക്കെ പോയി കിട്ടിയില്ലെങ്കിൽ പോരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ നാടകത്തിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെ ഒരു പട്ടി കടിച്ച പാടും. ആ മേക്കപ്പ് ചെയ്യുന്ന മനുഷ്യൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി നേരം ജോലി ചെയ്യണം ഇത് മറയ്ക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംപെർഫെക്ഷനിൽ നമ്മൾ സമയം ചെലവഴിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഇംപെർഫെക്റ്റ്. നമ്മളിലെല്ലാം കുറവുകളുണ്ട്. ചിലപ്പോൾ കോപിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത, നോക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് നോക്കിപ്പോകുന്നതായിരിക്കാം. ഞാൻ വർഷത്തിൽ 3 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന എടുക്കും. 10 ദിവസം, 5 ദിവസം, 10 ദിവസം സമയം കിട്ടുന്നെങ്കിൽ. എന്തിനാണ്? ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാനല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ഒത്തിരി പെൺകുട്ടികളെ കാണുന്നു. ചിലപ്പോൾ അവരുടെ കൈയൊക്കെ എൻ്റെ കൈക്കകത്ത് പിടിച്ചു വെച്ചോണ്ട് ഞാൻ മോളെ കരയാതെ പോയിട്ടുണ്ട്. ചിലപ്പോൾ കവളത്തൊക്കെ കരയുമ്പോൾ ഞാൻ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സണാണ്. ഒരു കരഞ്ഞു കഴിയുമ്പോൾ കരയാതെ പോച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് ദുശ്ചിന്തകൾ വന്നു പോയോ അത് ചോദിക്കാനാണ്. ഞാൻ ഒത്തിരി പണം ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യനാണ്. കാരണം 2400 സുവിശേഷ വേലക്കാർക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കണം. എവിടെയെങ്കിലും തെറ്റ് പറ്റിപ്പോയോ? അപ്പം പെർഫെക്റ്റ് ആയിട്ടൊരു സഭയിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഉപദേശം കൂടി ഇതാണ്, നിങ്ങൾ പോകുന്ന സഭയിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ സഭ മാറാൻ നോക്കരുത്. അവിടെ തന്നെ നിൽക്കുക. മാറാം, ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഞാൻ നന്നാകത്തില്ല. അല്ലാത്തവരിങ്ങനെ സഭ മാറി 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 മാറിയിരിക്കും. 10, 15 വർഷം സഭ മാറിയിരിക്കും. ഇല്ല, അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സഭയിൽ തന്നെ നിൽക്കുക. 100% പെർഫെക്റ്റ്. ചില സഭ 90% പെർഫെക്റ്റ് കാണത്തുള്ളൂ, ചിലത് 80 ആയിരിക്കും, ചിലത് 10% കാണത്തുള്ളൂ, അപ്പോൾ 1% കാണത്തുള്ളൂ. നമ്മളിതിനകത്ത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു സഭയിൽ പോവുക, അവിടുത്തെ അംഗങ്ങൾ. ഞാൻ ഒരു ചെറിയൊരു കഥ കേട്ടിട്ടുള്ളത് കൂടെ പറയുന്നത്. ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു പള്ളി, വെള്ളക്കാർ മാത്രമുള്ള ഒരു പള്ളി. അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ഈ പള്ളിയിൽ ഒന്ന് ആരാധിക്കാൻ വേണ്ടി, യേശുവിനെ ആരാധിക്കാൻ വേണ്ടി ചെല്ലും. അപ്പൊ ഈ വെള്ളക്കാർ ഇയാളെ നിഷ്കരണം പുറത്താക്കും. അങ്ങനെ ഇയാൾ പലപ്പോഴും ശ്രമിച്ചിട്ട് ഇയാൾക്ക് ആ പള്ളിക്ക് അത് കയറാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഒരു ക്രിസ്തുമസ് രാത്രി അവിടെ ഭയങ്കരമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് സ്തുതിച്ച് പ്രസംഗങ്ങൾ നടക്കുന്നു. ഈ പള്ളിക്ക് ചുറ്റും ഒരുപാട് ദീപാലങ്കാരങ്ങൾ, പുൽക്കൂട്, അങ്ങനെയുള്ള വലിയ അലങ്കാര കാഴ്ചകൾ. അതിനകത്ത് മുഴുവൻ ക്രിസ്തുവിനെ സ്തുതിക്കുന്ന പ്രസംഗങ്ങളും വലിയ ആരാധനകളും ഒക്കെ നടക്കുകയാണ് ഈ പള്ളിക്കകത്ത്. അന്നും ഈ കറുത്തവൻ അവിടെ ചെല്ലുന്നു. അന്നും ഇയാൾ പുറന്തള്ളപ്പെടുന്നു. അയാൾ വളരെ നിരാശനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ പുറത്തൊരു കൈ ഇങ്ങനെ പതിച്ചു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്തു അയാളുടെ മുന്നിൽ നിൽക്കുക. അപ്പൊ ക്രിസ്തു അയാളോട് ചോദിച്ചു, എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ ഈ കറുത്തയാള് പറഞ്ഞു, എനിക്ക് പള്ളിക്കകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പൊ ക്രിസ്തു പറഞ്ഞു, വിഷമിക്കണ്ട, കുറെ കാലം കൊണ്ട് ഞാൻ ഈ പള്ളിക്കകത്തൊന്ന് കയറാൻ ശ്രമിച്ചിട്ടിരിക്കുക, പക്ഷെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ ക്രിസ്തു ഈ പുറം കാഴ്ചകളിലൊന്നും അല്ല, ക്രിസ്തു പുറത്താണ് എന്ന് പറയുന്നൊരു വലിയൊരു ആശയവാനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ പല കെട്ടുകാഴ്ചകളും ഒക്കെ ഇങ്ങനെ നടത്തിയിട്ട് യഥാർത്ഥ ക്രിസ്തുവിനെ അറിയാതെ പോകുന്ന, അത് ഞാനൊക്കെ ഒരു മനസ്സിലിങ്ങനെ ഒരു വലിയൊരു വിഷമം അനുഭവിക്കുന്ന വ്യക്തിയാണ്. കാര്യം ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ ഇതൊന്നും അല്ലല്ലോ ശരിക്കും ഇപ്പോൾ ഈ ഇതിന്റെ ഒരു ചട്ടക്കൂടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വിഷമം. അതാ ഞാൻ പ്രമുഖരെ എനിക്കൊരു ഗുണം പറ്റി. ഞാൻ കാശ്മീരിൽ വെച്ച് രക്ഷിക്കപ്പെട്ടെ. കാശ്മീരിൽ ഒരൊറ്റ പള്ളിയേ ഉണ്ടായിരുന്നു. അതൊരു നല്ല പള്ളിയായിരുന്നു. അവിടുത്തെ പാസ്റ്റർ ഒരു നല്ല CSIക്കാരനായിരുന്നു. വിശുദ്ധ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആത്മദാഹമുള്ള മനുഷ്യനായിരുന്നു. എനിക്കൊരു മാതൃകയായിരുന്നു. പോട്ടെ, നമുക്ക് ഇത്രയും മാത്രം ചിന്തിക്കാം. 100 പള്ളികളുള്ളപ്പോൾ നമ്മൾ വേദപുസ്തകം വായിച്ചിട്ട് എന്നെ ആത്മീയമായിട്ട് വളർത്തുവാനും ക്രിസ്തുവിന്റെ ഭാവമുള്ള ആളുകളുള്ള ഒരു പള്ളി തിരഞ്ഞെടുത്ത് അവിടെ നമുക്ക് പോയി ആരാധിക്കാം. നമുക്ക് അവിടെ നിന്ന് വളരാം. മറ്റുള്ളവരോടും യേശുവിനെ പറ്റി പറയാം. നമുക്ക് അവരെ കൂടെ പള്ളികളിലേക്ക് കൊണ്ടുപോകാം. ജമീമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. എന്താ സ്കൂളിന്റെ പേര്? ജോളി സെന്റർ സ്കൂൾ.
യേശു ജമീമയുടെ ആരാ? എന്റെ ദൈവം. യേശു ദൈവമാണ്. വലുതാവുമ്പോ എന്തോ ആവണമെന്ന് ആഗ്രഹം? എനിക്ക് ഡോക്ടറാണെന്ന്. ഡോക്ടർ ആവണം. ഡോക്ടറായി കഴിയുമ്പോ എന്തോ കൊടുക്കും? രോഗികളെ ചികിത്സിക്കും. പിന്നെ യേശുവിനെ പറ്റി പറയാൻ നോക്കും അല്ലേ? ആളുകളോട് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കണം. ഇംഗ്ലീഷില് ആളുകളോട് യേശുവിനെ പറ്റി പറയണം, മലയാളത്തിലും പറയണം കേട്ടോ. ജമീമായിക്ക് എത്ര പാട്ടറിയാം? ക്രിസ്തീയ പാട്ടുകൾ അറിയാം? ഇത്രത്തോളം ഒന്ന് പാടിക്കേ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലമേൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കുഞ്ഞാണ്. ജമീമയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ജമീമ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഡോക്ടറാക്കുകയും രോഗികളെ സൗഖ്യമാക്കാൻ സഹായിക്കുകയും യേശുവിനെ പറ്റി പറയാൻ. എനിക്ക് ഏഞ്ചലാണെന്നാണ് എനിക്കിഷ്ടം. ഏഞ്ചൽ എന്റെ ഡാൻസിന്റെ പാട്ട് യഹൂദയിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ജമീമായി ഒക്കെ വളർത്തിയെടുത്ത് നല്ല സുന്ദരിയാക്കി ദൈവം ആഗ്രഹിക്കുന്നത് അവളിലൂടെ നിറവേറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നല്ലവനായ എൻ്റെ കർത്താവേ, ഇന്ന് ഒരു സിനിമാ താരത്തെ കാണുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് സ്തോത്രം. അദ്ദേഹം സിനിമാ താരമായിരിക്കുന്നതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, പിന്നെയോ അദ്ദേഹം ദൈവവൈദ്യരായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് അദ്ദേഹത്തിന്റെ ഭാര്യ ജിഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, മകൾ ജമീമയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ. വർഷങ്ങൾ കഴിഞ്ഞു വരും തോറും അവർ കർത്താവിനോട് അടുക്കുവാൻ, കർത്താവിന്റെ നല്ല സാക്ഷിയായിരിക്കാൻ, മറ്റ് സാധാരണക്കാർക്ക് ആർക്കും പോയിട്ട് യേശുവിനെ പറ്റി പറയുവാൻ സാധിക്കാത്ത സ്ഥാനത്ത് കർത്താവ് വാക്കുകൊണ്ട് ഒരു ക്രിസ്തീയ സിനിമയുടെ CD കൊടുത്ത്, ഒരു പുസ്തകം കൊടുത്ത് യേശുവിനോട് അടുക്കുവാൻ, യേശുവിനെ ഒന്നുമല്ലെങ്കിൽ അറിയുവാനെങ്കിലും അവർക്കൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ. അവർ നിന്നെ കൂടുതൽ അറിയുവാൻ ഒരാഗ്രഹം എൻ്റെ കർത്താവ് കൊടുക്കുകയും എൻ്റെ കർത്താവെ നിന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞാൻ ഈ പ്രോഗ്രാം കാണുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലും വേദപുസ്തകം പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിനെ പറ്റി ആരോടെങ്കിലും ഒക്കെ പറയണമെന്നൊരാഗ്രഹം ഉണ്ടാകട്ടെ. ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കണമെന്നും ഏതെങ്കിലും മുഖാന്തരമായിട്ട് യേശുവിന്റെ നാമം മറ്റുള്ളവരുടെ അറിയാത്തവരുടെ കേൾക്കാത്തവരുടെ ഹൃദയത്തിലേക്ക് പതിയുവാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം അവർക്കുണ്ടാകട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ കർത്താവെ ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു നല്ല ക്രിസ്തീയ ജീവിതം തരണമേ. സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് മാത്രമല്ല, സമാധാനമില്ലാത്തവർക്ക് കൂടെ സമാധാനം പകർന്നു കൊടുക്കുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണം. ഞങ്ങളുടെ വാക്കുകളെ ഉപയോഗിക്കണം. ഞങ്ങളുടെ പുസ്തകങ്ങൾ, ഞങ്ങളുടെ ജീവിതം എല്ലാം നിന്റെ നാമ മഹത്വത്തിനായി തീരട്ടെ. അതുകൊണ്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രേംകുമാറിന്റെ ഈ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാഴ്ചക്കാർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിച്ചാട്ടെ. നീയോ വളരണം, ഞങ്ങളോ കുറയണം. ദൈവനാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾ അവരെ കാണുമ്പോഴൊക്കെ ഓർക്കുക, പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കാമെങ്കിൽ, ക്രിസ്തുവിനായിട്ട് ജീവിക്കാമെങ്കിൽ ദൈവനാമം കേരളത്തിൽ, ലോകം മുഴുവൻ മഹത്വപ്പെടും.